ഇന്ത്യക്ക് റഷ്യ ഒരു റിട്ടേൺ ഗിഫ്റ്റ് നൽകും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു, അതായത് റഷ്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുമായി അകലുന്നു എന്നുള്ളത്. എന്തായാലും ആ വാർത്തയ്ക്ക് ശേഷം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ ശ്രമങ്ങൾക്കിടയിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ ലഭിക്കുമ്പോൾ മറുവശത്ത് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു വലിയ റിട്ടേൺ ഗിഫ്റ്റ് നൽകാൻ ഒരുങ്ങുകയാണ്. വില കുറഞ്ഞ എണ്ണയ്ക്ക് ശേഷം ഇപ്പോൾ റഷ്യയിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഒരു വലിയ അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ഇപ്പോൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ തൊഴിൽ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ ക്ഷാമം പരിഹരിക്കുന്നതിനായി മധ്യേഷ്യൻ രാജ്യങ്ങളെ ഉപേക്ഷിച്ച് റഷ്യ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. മോസ്കോയിലെ റോഡുകളിലെ മഞ്ഞ് നീക്കം ചെയ്യൽ ജോലികൾ മുതൽ പ്രധാന നിർമ്മാണ പദ്ധതികൾ, റെസ്റ്റോറന്റുകൾ, വെൽഡിംഗ് കേന്ദ്രങ്ങൾ എന്നിവയിൽ ഇന്ത്യക്കാർ ഇപ്പോൾ നേട്ടമുണ്ടാക്കാൻ പോകുന്നു. ഡിസംബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഒപ്പുവെച്ച കരാറുകൾ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് റഷ്യയിൽ വലിയ വരുമാനത്തിലുള്ള വാതിലാണ് തുറന്നു കൊടുത്തത്. ഇന്ത്യക്കാർക്ക് സുവർണ തൊഴിലവസരമാണ് അവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഒരു കണക്കനുസരിച്ച് ഈ ദശകത്തിന്റെ അവസാനത്തോടെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം 11 ദശലക്ഷം അധിക തൊഴിലാളികളെ ആവശ്യമായി വരും. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാറിനെ തുടർന്ന് ഇന്ത്യൻ തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. നേരത്തെ 5000 മാത്രമായിരുന്ന ഈ കണക്ക് ഇപ്പോൾ 56,000 ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊഴിലാളി ക്ഷാമത്തിനിടയിൽ റഷ്യയിൽ ഇന്ത്യക്കാർക്ക് വൻ ഡിമാൻഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ട്. റഷ്യയിൽ നിലവിൽ 2% തൊഴിലില്ലായ്മ നിരക്ക് മാത്രമേ ഉള്ളൂ. ഇത് തൊഴിലാളികളുടെ കടുത്ത ക്ഷാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. യുക്രൈനിലെ യുദ്ധം ദശലക്ഷക്കണക്കിന് റഷ്യൻ യുവാക്കളെ സൈന്യത്തിൽ ചേരാനോ രാജ്യം വിട്ട് ഓടിപ്പോകാനോ നിർബന്ധിതരാക്കിയിരിക്കുന്നു. ഈ വിടവ് നികത്താൻ ഇന്ത്യൻ വെൽഡർമാർ, ഇലക്ട്രീഷ്യന്മാർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവരുടെ വലിയ ഡിമാൻഡാണ് റഷ്യയിൽ നിലനിൽക്കുന്നത്. കരാർ തൊഴിലാളികളുടെ ആവശ്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മോസ്കോ പോലുള്ള നഗരങ്ങളിൽ തെരുവുകളിൽ നിന്നുള്ള മഞ്ഞ് നീക്കം ചെയ്യൽ മുതൽ റെസ്റ്റോറന്റുകൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ വരെ എല്ലാത്തിലും ഇന്ത്യക്കാരും ദക്ഷിണേന്ത്യൻ തൊഴിലാളികളും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. കരാറുകളാൽ ബന്ധിതരായതിനാൽ വിസരഹിത മധ്യേഷ്യൻ തൊഴിലാളികളെക്കാൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയാണ് റഷ്യൻ കമ്പനികൾ കൂടുതൽ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആവശ്യം നിറവേറ്റുന്നതിനായി റഷ്യൻ ഏജൻസികൾ ചെന്നൈ പോലുള്ള നഗരത്തിൽ പരിശീലന കേന്ദ്രങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അവിടെ തൊഴിലാളികളെ റഷ്യയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ഈ പ്രതിസന്ധി ഹ്രസ്വകാലമല്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റഷ്യയിലെ ജനസംഖ്യ തുടർച്ചയായി പ്രായമാവുകയാണ്. അതിനാൽ വരും ദശകങ്ങളിൽ റഷ്യ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വരും. ഇന്ത്യക്കാർക്ക് ഇപ്പോൾ പുതിയതും വലുതുമായ തൊഴിൽ കേന്ദ്രങ്ങളായി റഷ്യ ഉയർന്നു വരുന്നതിനാൽ ഇത് ഇന്ത്യക്ക് ഒരു വലിയ സുവർണാവസരമാണ് എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.